ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു 7-8 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നടുകെ കീറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ചേർത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചട്നിയുടെ പുളിക്ക് വേണ്ടി കുറച്ച് പഴംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി പുളിയുള്ളത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പുളിയേ വേണ്ടൂ. അപ്പോൾ അതിനനുസരിച്ച് പുളി ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഈ സവാളയൊക്കെ വഴറ്റിയിട്ടുള്ള ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ ഒരു ചട്നിക്ക് കട്ടി എന്തോരം വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്കതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയായി. അപ്പോൾ ഈ ഒരു ചട്നി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ദോശയുടെയും അതുപോലെ വെള്ളയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.